ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോർത്ത് ഇന്ത്യൻ ഡിഷായിട്ടുള്ള ബട്ടർ ചിക്കനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 250 ഗ്രാം എല്ലില്ലാത്ത ചിക്കൻ ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര്, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. കൂടുതൽ സമയം വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാട്ടോ. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 പീസ് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റായിട്ട് വരുമ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ്റെ പീസസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഒരു ഭാഗം ഫ്രൈ ആകുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. ഇതൊന്ന് വെന്ത് കിട്ടിയാൽ മതി കേട്ടോ, നന്നായിട്ട് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല. ഇത്രയും മതി. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഇനി കുറച്ച് ബട്ടർ ഇട്ടിട്ട് അടുത്ത ട്രിപ്പും ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ടിട്ട് 1 സബോള നീളത്തിൽ കട്ട് ചെയ്ത് വെച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 പച്ചമുളക് അരിഞ്ഞതും 12 കാഷ്യൂ നട്ട്സും ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്യാം. സബോള ഗോൾഡൻ കളറാവുന്നത് വരെ വഴറ്റി കൊടുക്കണം. ഇനി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി 3 മീഡിയം സൈസ് തക്കാളി കട്ട് ചെയ്ത് വെച്ച് ഇട്ട് കൊടുക്കാം. അതും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് മിക്സ് ചെയ്യാം. ഇനി ഇതൊരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ വിനാഗിരി ചേർക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് തീ കുറച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇതൊന്ന് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്തത് ഒരു ഫ്രൈ പാനിലേക്ക് ഒഴിച്ചിട്ട് ഫ്ലെയിം ഓണാക്കി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളയ്ക്കുമ്പോൾ ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, അതുപോലെ 1/4 ടീസ്പൂൺ കസൂരി മേത്തി ഒക്കെ ഇട്ട് കൊടുക്കാം. കസൂരി മേത്തി എന്ന് പറയുന്ന ഉലുവയില പൊടിച്ചാട്ടോ. ഇത് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും. ഇതൊന്ന് ചൂടാക്കി കൈകൊണ്ടൊന്ന് തിരുമ്മി പൊടിച്ച് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഇതും മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ബട്ടർ 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് മീതെ 1/2 ടീസ്പൂൺ ഹണി ചേർക്കാം. ഹണി ഇല്ലയെന്ന് വെച്ചാൽ കുറച്ച് ഷുഗർ ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ലാസ്റ്റ് കുറച്ച് മല്ലിയില വിതറി കൊടുക്കാം. മല്ലിയില താല്പര്യമില്ല എന്ന് വെച്ചാൽ ചേർക്കണമെന്നില്ല കേട്ടോ. ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇതിൻ്റെ ഗ്രേവി തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് ഞങ്ങളിപ്പോൾ ചപ്പാത്തിക്കൊപ്പമാണ് കഴിക്കുന്നത്. അപ്പോൾ ഇത് ഒന്ന് തയ്യാറാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.